അതുപോലെ തന്നെ ഇപ്പോൾ ED ഇത് സംബന്ധിച്ച് അന്വേഷണം നടക്കുന്നുണ്ട് എന്നുള്ള ഒരു വാർത്ത പുറത്തുവന്നിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ ഇടപെടൽ ഏതൊക്കെ രീതിയിലാണ് BJP ആവശ്യപ്പെടുന്നത് ഈ വിഷയത്തിൽ? അല്ല, BJP ആവശ്യപ്പെട്ടിട്ടൊന്നുമില്ല ഇത്. അതായത് അഴിമതി ആര് നടത്തിയിട്ടുണ്ടെങ്കിലും അഴിമതിക്കാർ ആരും തന്നെ നിയമത്തിൻ്റെ മുന്നിൽ വരാതെ അവർക്ക് രക്ഷപ്പെടാൻ സാധിക്കില്ല. അതാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയം. പിന്നെ എൻഫോഴ്സ്മെൻറ്റിൻ്റെ അന്വേഷണത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഉദാഹരണത്തിന് ചിദംബരത്തിൻ്റെ കേസിനാസ്പദമായിട്ടുള്ള സംഭവം നടക്കുന്നത് 2007-ലാണ്. കേസ് എടുക്കുന്നത് 2017-ലാണ്. അറസ്റ്റ് നടന്നത് 2019-ലാണ്. ഇപ്പോഴും കേസ് നടക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കേസിനെ സംബന്ധിച്ച്, ഒരു സംഭവത്തെ സംബന്ധിച്ച് അഴിമതി കാണിച്ചിട്ടുണ്ടെങ്കിൽ അഴിമതി കാണിച്ച ആരും രക്ഷപ്പെട്ടു പോവില്ല. അതുകൊണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കാര്യത്തിൽ എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടെങ്കിൽ ആ നടപടി അവരുടേതായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. ചിദംബരത്തിന്റെ കേസിൽ 2007 നടന്ന പിണറായി വിജയന്റെ മകന്റെ കേസിൽ 2003 നടന്ന ഒരു സമൻസ് ആണെങ്കിൽ പോലും 2023 സമൻസ് കാലം കഴിഞ്ഞിട്ടില്ല. കാലം കഴിഞ്ഞിട്ടില്ല എന്നല്ല, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രീതി, അവരുടെ രീതി കേരള പോലീസ് അന്വേഷിക്കുന്നതിൽ നിന്ന് വ്യത്യാസമുണ്ട്. അവർ ഓരോ തെളിവ് വിലയിരുത്തി ആ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികൾ എടുക്കുന്നത്. അതുകൊണ്ട് കാലതാമസത്തിന്റെ പേരിലാണല്ലോ ഈ സംശയങ്ങളും ചോദ്യങ്ങളൊക്കെ വരുന്നത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ രീതി അതാണ്. അത് ഒരുപക്ഷെ അവർക്ക് കേസുകൾ കൂടുതൽ കൈകാര്യം ചെയ്യാനുള്ളത് ഉണ്ടാവാം. എന്താ കാരണം എന്ന് എനിക്കറിയില്ല. പക്ഷേ സമൻസ് നൽകി അതിലൊരു റെസ്പോൺസ് ഉണ്ടായിട്ടില്ല. അങ്ങനെ വരുമ്പോൾ വീണ്ടും ഒരു സമൻസ് നൽകുക, അല്ലെങ്കിൽ അത് പിന്നീട് വാറന്റിലേക്ക്, ഇതൊന്നും ആ പ്രോസസ് അതായത് അത് തുടർന്ന് എന്ത് നടന്നില്ല എന്ന് എനിക്കും നിങ്ങൾക്കും അറിയില്ല. അവിടെയാണ് അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതിനെക്കുറിച്ച് കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം എന്താണെന്നറിയോ? CPM-ഉം BJP-യും തമ്മിൽ ഡീലുണ്ട് എന്നാണ്. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് എല്ലാ ഘട്ടങ്ങളിലും ഇത് തന്നെയാണോ നിലപാട്? ഇതേ കോൺഗ്രസ് ആണ് CBI കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് വേട്ട നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഡൽഹിയിൽ ധർണ നടത്തുന്നു. കേജ്രിവാളിനെതിരായിട്ട് കേസെടുത്ത ആൾക്കാർ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ അതേ കോൺഗ്രസ് കേജ്രിവാളിന് വേണ്ടി വാദിച്ച ആൾക്കാരാ. പക്ഷെ അങ്ങനെ ഡീലുണ്ടോ എന്നാണ് അവർ ചോദിക്കുന്നത്. CPM-ഉം BJP-യും ഞാൻ ചോദിക്കട്ടെ, CPM-ന്റെ ആരോപണം ഉണ്ടല്ലോ കോൺഗ്രസും BJP-യും തമ്മിൽ ഡീലുണ്ട്. ഇത് രണ്ടു കൂട്ടരുമായിട്ട് ഞങ്ങൾ ഡീൽ ചെയ്യില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ഈ പിണറായി വിജയന്റെ മകനെതിരായിട്ടുള്ള കേസിൽ 2 വർഷമായിട്ടും ഹാജരാവാതിരുന്നിട്ട് പോലും ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. അതെന്തുകൊണ്ടാണെന്നുള്ള അല്ല, ഒരു നടപടിയും ഉണ്ടാവുന്നില്ല. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ ഒരു നടപടിയും ഉണ്ടാവുന്നില്ല എന്ന് പറയുന്നത് നമുക്കറിയില്ല എന്നുള്ളതാണ്. നിങ്ങൾക്കും അറിയില്ല, എനിക്കും അറിയില്ല. കാരണം ഞാൻ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ആളല്ല. JMM നേതാവ് ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തു, അകത്തിട്ടു, ജയിലിലിട്ടു. ഇതുപോലെ അരവിന്ദ് കെജ്രിവാളിനെ ജയിലിലിട്ടു. അങ്ങനെ പലരെയും ജയിലിലിട്ടു. പക്ഷെ പിണറായി വിജയന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് BJP മൃദു സമീപനം സ്വീകരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പൊതുവിൽ വരുന്നത്. BJP അല്ലല്ലോ ഇതൊന്നും. BJPയുടെ സംവിധാനം. അതായത് ഓരോ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓരോ കേസിന്റെയും തെളിവുകൾ പരിശോധിച്ച് ആ തെളിവുകൾക്കനുസരിച്ചുള്ള നടപടിയെടുക്കും. അതാണ് സമൻസ് നൽകിയത്. പറഞ്ഞേക്ക്, മുഴുവൻ പറഞ്ഞു. ഇതെല്ലാം ഒരേ രീതിയിലുള്ള തെളിവുകളാണ് എന്നുള്ളതിന് നിങ്ങളുടെ കയ്യിലും എൻ്റെ രേഖയില്ല, എൻ്റെ കയ്യിലും രേഖയില്ല. ഇത് നിങ്ങളീ പറഞ്ഞ 4 സംഭവങ്ങളുണ്ടല്ലോ, അറസ്റ്റിലായ ആൾക്കാർ, ഇവരുടെയൊക്കെ സംബന്ധിച്ചിട്ടുള്ള തെളിവുകൾ എൻ്റെ കയ്യിൽ ഇവരെ ആരെക്കുറിച്ചുള്ള ഒരു തെളിവ് ഞാൻ ശേഖരിച്ചിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും ശേഖരിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നിങ്ങൾ ആരെങ്കിലും ശേഖരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് ചോദിക്കുന്നത് മനസ്സിലാക്കാം. ഹേമന്ത് സോറന്റെ എന്തൊക്കെ തെളിവുകളാണ് ഇടിക്ക് കിട്ടിയത്, പിന്നെ കേജ്രിവാളിന്റെ എന്തൊക്കെ തെളിവുകളാണ് കിട്ടിയത്, പിണറായി വിജയന്റെ കാര്യത്തിൽ എന്തൊക്കെ തെളിവുകളാണ് കിട്ടിയത്, ആ തെളിവിനനുസരിച്ചിട്ട് എൻഫോഴ്സ്മെന്റ്. ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കും ഒരു സംശയവും വേണ്ട, കുറ്റം ചെയ്തവരെല്ലാവരും തന്നെ വെള്ളം കുടിക്കും, അഴിയണം. ഒരു പ്രൂഫും ഇല്ലാതെ ഇതെല്ലാം നമ്മുടെ ഊഹപോഹയല്ലെന്ന്. നിങ്ങളുടെ സംശയം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ, നിങ്ങൾ കോൺഗ്രസിന്റെയും CPM-ന്റെയും ആരോപണമാണ് നിങ്ങൾ ഉന്നയിക്കുന്നത്. ഞാൻ പറയുന്നു ആ ആരോപണത്തിൽ ഒരു അടിസ്ഥാനമില്ല.